ഇതില് രണ്ട് കാര്യം. എനിക്ക് ആദ്യം നിങ്ങൾ 298 എന്നാണ് മരണസംഖ്യ പറഞ്ഞത്. യഥാർത്ഥത്തിൽ 298 അല്ല, അത് ഔദ്യോഗികമായ കണക്ക് മാത്രമാണ്. ഇവിടെ നമ്മളെ പല റിസോർട്ടുകളിൽ താമസിച്ച അന്യസംസ്ഥാന തൊഴിലാളികൾ, മറ്റു ഭാഷക്കാർ, ടൂറിസ്റ്റുകളുടെ എണ്ണം കഴിഞ്ഞ ദിവസം പോലും ഞങ്ങളെ കൺവീനർ വിവരാവശ്യമായി കൊടുത്തപ്പോൾ അവർക്ക് അറിയില്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. സത്യം ഞാനിപ്പോ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ അടക്കം ചെയ്ത ആ ശ്മശാന ഭൂമിയിൽ നിന്ന് ഇപ്പൊ ചൂരൽമലയിലെ ടൗണിലേക്ക് എത്തിയിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ശ്മശാന ഭൂമി തന്നെയാണ് ചൂരൽമല എന്ന് പറഞ്ഞ ഒരു അങ്ങാടി. ഞങ്ങള് എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്ന ഒരു അങ്ങാടി, ഒരു വഴി മാർഗം മാത്രമുള്ള അങ്ങോട്ട്. ആ ഗ്രാമങ്ങളിൽ എല്ലാവരും സന്തോഷത്തോടെ ഒത്തുകൂടിയിരുന്നതാണ്. ഇന്ന് ഒരു മനുഷ്യൻ പോലും ഇവിടെ ഇല്ലാത്ത രീതിയിൽ, മനുഷ്യവാസം സാധ്യമല്ലാത്ത രീതിയിലായി മാറി. ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, ആദ്യമായിട്ടല്ല ഈ നാട്ടിൽ ഈ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പും 1960 മുതൽ 5 or 6 വലിയ ഉരുൾപൊട്ടലുകളും ഉണ്ടായി. ഇതുവരെ ഓരോ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ ഗൗരവകരമായ ഒരു പഠനം, ഇനി എവിടെയാണ് ഇത്തരം സാധ്യതകൾ എന്നുള്ള ഒരു പഠനം നടത്തിയിരുന്നെങ്കിൽ ഇത്രയും ആളുകളുടെ ജീവൻ വെടിയില്ലായിരുന്നു, ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ഒരു നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത്. ഓരോ ദുരന്തം കഴിയുമ്പോഴും അതിന്റെ പേരിൽ പണം പിരിക്കുന്നു. ഇവരുടെ സാമ്പത്തിക പരാധീനതകൾ മറക്കാറില്ലെങ്കിൽ അത് നിവർത്തിക്കാനുള്ള സംവിധാനമായിട്ട് ഇത്തരം ദുരന്തങ്ങളെ കാണുന്നു എന്നല്ലാതെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലും ഒരു പഠനവും നടത്താൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. പൊതുസമൂഹവും നമ്മുടെ മാധ്യമ സമൂഹവും ഇത് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവന്ന് ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്കൊരു ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. ഇന്നിപ്പോൾ അവിടെ ഈ ഹൃദയഭൂമിയിൽ ഈ സർവ്വമത പ്രാർത്ഥനയും അതുപോലെ തന്നെ പുഷ്പാർച്ചനയും ഒക്കെ നടക്കുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും എല്ലാം കഴിഞ്ഞു. ഇനി ഈ പഞ്ചായത്തിന്റെ മന്ത്രിമാരടക്കം, നമ്മളെ റവന്യൂ മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ ഇവിടുത്തെ വിവിധ എസ്റ്റേറ്റുകള്, അങ്ങനെയുള്ള എല്ലാ വിവിധ വിഭാഗം ആളുകളെല്ലാം തന്നെ ഓരോ സംഘമായി വന്ന് അവിടെ പുഷ്പാർച്ചനയും പ്രാർത്ഥനകളും നടത്തുന്നുണ്ട്. ഇനിയിപ്പോ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന, സർക്കാർ തലത്തിൽ നടക്കുന്ന ഒരു അനുസ്മരണ യോഗം കൂടിയാണ് അവിടെ ചേരാനുള്ള ഒരു പ്രാർത്ഥനാ യോഗം കൂടിയാണ് ഇനി അവിടെ നടക്കാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.